തിരുവിളയാടൽ പുരാണത്തിലെ മറ്റൊരു സുന്ദരായ ശലീലയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഭദ്രൻ എന്ന ഗായകന് സുന്ദരേശദേവൻ സ്വർണഫലകം ദാനം ചെയ്ത കഥയാണ് അഗസ്ത്യ മഹാമുനി തൻ്റെ കൂടെയുള്ള മുനിശ്രേഷ്ഠന്മാരോട് പറയുന്നത്. മധുരാപുരിയിൽ അതിഗംഭീരമായി പാടുന്ന ഒരു ഗായകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഭദ്രൻ എന്നാണ്. ഭദ്രൻ എല്ലാ ദിവസവും 3 നേരവും സുന്ദരേശ വിഗ്രഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് സുന്ദരേശനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ ആലപിക്കുമായിരുന്നു. കയ്യിലെ വീണ മനോഹരമായി മീട്ടിക്കൊണ്ട് അദ്ദേഹം ഗാനാലാപനം ചെയ്യുമായിരുന്നു. ഈ ഗാനാലാപത്തിൽ സന്തുഷ്ടനായ സുന്ദരേശ ദേവൻ ഈ ഭദ്രൻ്റെ തന്നോടുള്ള സ്നേഹം എത്ര അഗാധമാണ് എന്ന് മനസ്സിലാക്കണമെന്ന് കരുതി ഒരു പരീക്ഷണത്തിന് വിധേയമാക്കുകയാണ്. ഒരു ദിവസം പ്രഭാതത്തിൽ സുന്ദരേശ പൂജയ്ക്ക് വേണ്ടി സുന്ദരേശ ഗാനങ്ങൾ ആലപിക്കാൻ വേണ്ടി മധുരയിലെ സുന്ദരേശ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് ഭദ്രൻ പോവുകയായിരുന്നു. കയ്യിലെ വീണയുമായിട്ട് ഭദ്രൻ സുന്ദരേശൻ്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ അതിഭയങ്കരമായൊരു മഴ പെയ്തു. മഴ നിർത്താതെ അതിഭയങ്കരമായി വീഴുകയും കൊടുങ്കാറ്റടിക്കുകയും ചെയ്തു. വളരെ ബുദ്ധിമുട്ടി വെള്ളത്തിലൂടെ നീന്തി ഭദ്രൻ സുന്ദരേശ സൗധത്തിലെത്തി പാടാൻ തുടങ്ങി. അപ്പോഴും അതിഭയങ്കരമായ മഴയും കാറ്റും ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. ആ കാറ്റേറ്റ് വെള്ളത്തുള്ളികൾ മുഴുവനും വീണയിൽ വീണ് ശ്രുതി മീട്ടാൻ കഴിയാതെ വീണ കേടായിപ്പോയി. എന്നിട്ടും ഭദ്രൻ പാട്ട് നിർത്തിയില്ല. വീണ്ടും എല്ലാം മറന്ന് സുന്ദരേശദേവനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഗാനങ്ങൾ അതിമനോഹരമായി ആലപിക്കാൻ തുടങ്ങി. എത്രയെത്ര മഴ വർഷിച്ചിട്ടും മലവെള്ളപ്പൊക്കമുണ്ടായി വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ടും സുന്ദരേശനെ പൂജിച്ചുകൊണ്ട് സുന്ദരേശസ്തുതി പാടിക്കൊണ്ട് ഈ ഗായകൻ എല്ലാം മറന്ന് നിർവൃതിപ്പുണ്ട്. ഇതൊന്നും അറിയാതെ, ഈ പ്രകൃതിക്ഷോഭം ഒന്നും അറിയാതെ എല്ലാം മറന്ന് ശിവനിൽ ലയിച്ചുകൊണ്ട് പാട്ട് പാടിക്കൊണ്ടേയിരുന്നു. ഇത് കണ്ടപ്പോൾ ഭഗവാൻ സുന്ദരേശന് വളരെ സന്തോഷം തോന്നുകയും പെട്ടെന്ന് മഴയെല്ലാം നിർത്തി കാറ്റും കോളുമെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് സുന്ദരേശൻ്റെ ആ മഹത്വപൂർണമായ സാന്നിധ്യം ഭദ്രൻ്റെ മുന്നിലേക്ക് വരുന്നു. അങ്ങനെ ഭദ്രൻ്റെ മുന്നിൽ വന്ന് ഒരു സ്വർണഫലകം ആ മുന്നിൽ വച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭദ്രൻ സ്വർണഫലകവുമായിട്ട് വീട്ടിലേക്ക് ചെന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ ആൾക്കാർ അത്ഭുതപ്പെട്ടുപോയി. അതിഭയങ്കരമായ വെള്ളപ്പൊക്കം പെട്ടെന്ന് നിന്നു. ഈ ഗായകൻ്റെ ആ മധുരതരമായ ഗാനത്തിൻ്റെ അലേടികളിൽപ്പെട്ട് സുന്ദരേശൻ ആ പ്രകൃതിക്ഷോഭങ്ങളെല്ലാം നശിപ്പിച്ചിരുന്നു. ഈ വിവരങ്ങളെല്ലാം രാജാവ് വരഗുണപാണ്ഡ്യൻ അറിയുന്നു. ആ വരഗുണപാണ്ഡ്യൻ ഉടനെ തന്നെ ഭദ്രനെ സ്വന്തം രാജകൊട്ടാരത്തിലേക്ക് വിളിച്ചു. എന്നിട്ട് ഒരുപാട് ധനങ്ങളുമെല്ലാം തന്നെ അദ്ദേഹത്തിന് സമ്മാനിച്ചുകൊണ്ട് രാജാവ് പറഞ്ഞു, അല്ലയോ ഭദ്ര, സുന്ദരേശനിൽ ഭക്തി നിന്നോളം വേറെ ആർക്കുമില്ല. പശു തൻ്റെ കിടാവിൻ്റെ പുറകെ പോകുന്നത് പോലെ ഭക്തവത്സലനായ സുന്ദരേശൻ നിൻ്റെ പുറകെ തന്നെ നടക്കുന്നു. ഇത്തരത്തിലുള്ളൊരു ദിവ്യഫലകം നിനക്കല്ലാതെ മറ്റാർക്കാണ് ലഭിക്കുക? അതിഘോരമായ മഴയെ ഇല്ലാതാക്കാൻ നിൻ്റെ ഗാനത്തിന് കഴിഞ്ഞു. ഭക്തനും ഈശ്വരനും രണ്ടല്ലെന്ന് വേദം, പുരാണം മുതലായവയിൽ പറയുന്നു. അതുകൊണ്ട്
പരമേശ്വര ഭക്തരെ പൂജിക്കുകയാണെങ്കിൽ സർവ പാപങ്ങളും നശിച്ചു പോവും. നീ സർവേശ്വര ഭക്തനായ ഭദ്രൻ സത്യത്തിൽ സർവേശ്വരനായ സുന്ദരേശൻ തന്നെയാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ ആരാധിക്കുന്നു, നിന്നെ ഞാൻ പൂജിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഭദ്രൻ്റെ മുമ്പിൽ നമസ്കാരം അർപ്പിക്കുകയാണ് രാജാവ് ചെയ്തത്. ഇന്ന് ഞാൻ നിന്നെ പൂജിച്ചതുകൊണ്ട് എൻ്റെ സർവ്വ പാപങ്ങളും നശിച്ചിരിക്കുന്നു എന്ന് രാജാവ് ധന്യനായി പറഞ്ഞു. അപ്പോൾ ആ ഭക്തനെ പോലെ ഭക്തനെ പോലെ തന്നെ ശിവനെ ഭജിക്കുന്നത് പോലെ തന്നെ ശിവൻ്റെ ഭക്തന്മാരെയും ഭജിച്ചാൽ ശിവപ്രസാദം തന്നെ കിട്ടും. കാരണം ശിവനും ശിവഭക്തനും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഗുരുവും ശിഷ്യനും ഒന്ന് തന്നെയാണ്. ഗുരു തന്നെയാണ് ശിഷ്യൻ, ശിഷ്യൻ തന്നെയാണ് ഗുരു. അതായത് ശിവനും ശിവഭക്തനും ഒന്ന് തന്നെയാണെന്ന് ഈ സംഭവം നമ്മോട് വാചാലമായി പറയുന്നു. ഇതേപോലെ തന്നെ മറ്റൊരു സംഭവം കൂടി ഉണ്ടാകുന്നുണ്ട്. അതായത് ഭദ്രൻ്റെ ഭാര്യ, അവരുടെ പേര് യോജിച്ച പേരാണ് ഭദ്ര എന്നാണ്. ഭദ്രയും നന്നായിട്ട് ഗാനാലാപനം നടത്തും. ഭർത്താവിൻ്റെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ട്, ഭദ്രൻ്റെ സ്വാധീന ഫലമായിട്ട് ഭദ്രയും വളരെ മനോഹരമായിട്ട് ഗാനാലാപനം ചെയ്യും. അവൾ സുന്ദരിയാണ് താനും. അപ്പോൾ രാജകൊട്ടാരത്തിലെ ഒരു പതിവ് ഗായികയുണ്ട്, അവളും അതിസുന്ദരിയാണ്. അവൾ പറഞ്ഞു, എനിക്ക് ഭദ്രയെ മത്സരത്തിന്, ഗാനാലാപന മത്സരത്തിൽ പങ്കെടുത്ത് അവളെ തോൽപ്പിച്ച് എൻ്റെ അടിമയാക്കണം എന്ന് പറഞ്ഞ് രാജാവിനോട് പറഞ്ഞു. അങ്ങനെ രാജാവ് സമ്മതിച്ചു. അങ്ങനെ രാജാവ് രാജകൊട്ടാരത്തിൽ പാട്ടിനു വേണ്ടി ഭദ്രയെയും ഈ ഗായികയെയും ക്ഷണിക്കുന്നു. അങ്ങനെ രണ്ടുപേരും പാടുന്നു. കൂടി നിന്ന ജനങ്ങളിൽ പലരും പറഞ്ഞു ഭദ്രയുടെ ഗാനമാണ് ശ്രേഷ്ഠം. പക്ഷേ രാജാവ് ഉൾപ്പെടെയുള്ള കുറച്ച് പേർ കൊട്ടാരം ഗായികയ്ക്കാണ് പ്രാധാന്യം കൊടുത്തത്. അതാണ് നന്നായതെന്ന് പറഞ്ഞു. ജനങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ രാജാവ് പറഞ്ഞു, ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. നാളെ സുന്ദരേശ വിഗ്രഹത്തിനരികിലിരുന്ന് രണ്ടുപേരും പാടട്ടെ, എന്നിട്ട് നമുക്ക് തീർച്ചപ്പെടുത്താം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് ആ മത്സരം നീട്ടിക്കൊണ്ടുപോയി. അങ്ങനെ പിറ്റേ ദിവസം ഭദ്ര സുന്ദരേശൻ്റെ മുമ്പിൽ നിന്ന് പാടുന്നു. അതേപോലെ ഈ കൊട്ടാരം ഗായികയും സുന്ദരേശൻ്റെ മുമ്പിൽ നിന്ന് പാടുന്നു. പക്ഷേ ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു ഭദ്രയുടെ ഗാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നത്, ഏറ്റവും മഹത്വമായിരിക്കുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും ഭദ്രയുടെ ഗാനത്തെയാണ് പുകഴ്ത്തിയത്. അങ്ങനെ ഭദ്ര ആ മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു. ഇതാണ് മറ്റൊരു സംഭവമായിട്ട് അഗസ്ത്യ മഹാമുനി പറയുന്നത്. അപ്പോൾ ഭദ്രനും ഭദ്രയ്ക്കും ഒരേപോലെ സുന്ദരേശൻ്റെ അനുഗ്രഹം ലഭിച്ചതായിട്ടാണ് കാണുന്നത്. ഇവിടെ ഭാര്യയും ഭർത്താവും ഒരേപോലെ തന്നെ സുന്ദരേശ ഭക്തരായിരുന്നു എന്നുള്ളതാണ് ഇവിടെ തെളിയുന്നത്. അത് ഒരു അപൂർവ ഭാഗ്യമാണ്. കുടുംബത്തിലെ ഭർത്താവും ഭാര്യയും ഒരേപോലെ തന്നെ ഈശ്വരാനുഗ്രഹമുള്ളവരാണ് എങ്കിൽ ആ ഈശ്വരാനുഗ്രഹത്തിന് അപ്പുറമായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല. അഗസ്ത്യ മഹാമുനി പിന്നീട് പറയുന്നുണ്ട്, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. പൗരുഷം കൊണ്ടോ അല്ലെങ്കിൽ സാമർഥ്യം കൊണ്ടോ ഒരു പ്രയോജനവുമില്ല. അതിനേക്കാളെല്ലാം വളരെ പ്രധാനപ്പെട്ടത് ഈശ്വരാനുഗ്രഹം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ട് എങ്കിൽ പൗരുഷത്തെ പോലും വിജയിക്കാൻ കഴിയും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് വേറെ ഒന്നും വേണ്ട. എത്ര വലിയ പൗരുഷ ഗാംഭീര്യമുള്ള അല്ലെങ്കിൽ യുദ്ധവീര്യമുള്ളവരെ പോലും അല്ലെങ്കിൽ സമർത്ഥന്മാരെ പോലും പരാജയപ്പെടുത്താൻ ഒരു ഈശ്വരവിശ്വാസിക്ക് ഒരു പ്രയാസവുമില്ല എന്നുള്ളതാണ് ഇവിടെ നാം കാണുന്നത്. അപ്പോൾ അത്രയേറെ ആത്മീയമായ കഴിവുകൾ നേടിയ ഒരാൾക്ക് ലോകത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട. കാരണം ആ ആധ്യാത്മിക കഴിവ് നേടിയ വ്യക്തിക്ക് ഈശ്വരൻ കൂടെയുണ്ട്. ഈശ്വരൻ തന്നെ ആ ഭക്തനെ എല്ലാ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഇത് നമുക്ക് കൂടി നൽകുന്ന ഒരു ഉപദേശം കൂടിയാണ്. ഈശ്വരാനുഗ്രഹത്തിന് അപ്പുറം ഒന്നുമില്ല. മഹാഭാരതത്തിൽ കുന്തിദേവി ഇത് തന്നെ പറയുന്നുണ്ട്. തനിക്ക് സാമർഥ്യമുള്ള മകനേക്കാൾ വേണ്ടത് ഈശ്വരാനുഗ്രഹമുള്ളൊരു മകനെയാണ് എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം എല്ലാം നേടാൻ കഴിയും. എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഈശ്വരൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം നേടാൻ പറ്റും. പൗരുഷത്തിന് അവിടെ 2ാം സ്ഥാനമോ 3ാം സ്ഥാനമോ മാത്രമേ ഉള്ളൂ. 1ാം സ്ഥാനം എപ്പോഴും അല്ലെങ്കിൽ സർവത്തിൻ്റെയും മുന്നിൽ നിൽക്കുന്നത് ഈശ്വരൻ്റെ കൃപയാണ്, ഈശ്വരൻ്റെ അരുളാണ്, ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആവശ്യമില്ല. എല്ലാം നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിന് സാധന വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. സാധനയിലൂടെ അല്ലാതെ ഒരാൾക്ക് ഈശ്വരാനുഗ്രഹം കിട്ടുകയില്ല. അത് ശ്രവണം, മനനം, നിധിധ്യാസനം തുടങ്ങിയ ഒരുപാട് ധ്യാന രീതികൾ, അതേപോലെ യോഗമാർഗങ്ങൾ, മന്ത്രസാധനകൾ ഇതെല്ലാം നിറഞ്ഞ ഒരു അവസ്ഥ ഭാരതത്തിലുണ്ട് എന്നോർക്കുക. ഇപ്പോൾ തിരുവനന്തപുരം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടു ക്ലാസിക് ഓഫ് യോഗ തന്ത്ര ആൻഡ് മന്ത്ര എന്നാണ് ആ പുസ്തകത്തിൻ്റെ നിർവചനം തന്നെ. അത് നമ്മൾ 687 എപ്പിസോഡുകളിലായിട്ട് മുഴുവനും കണ്ടതാണ്. അതിൻ്റെ രത്നചുരുക്കമാണ് ഇവിടെ ഈ തിരുവിളയാടൽ പുരാണത്തിൽ സുന്ദരേശ മഹിമയിലൂടെ നാം മനസ്സിലാക്കുന്നത്. ഓം ശിവായ നമഃ.